പയ്യാവൂര് ഡിവൈൻ മേഴ്സി ചർച്ചയുടെ ഭാഗമാണ്. എൻ്റെ സാക്ഷ്യം കഴിഞ്ഞ ആഴ്ച ഇവിടെ വായിച്ചായിരുന്നു. അന്നേരം അച്ഛൻ പറഞ്ഞായിരുന്നു ആ സഹോദരി ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണമെന്ന്. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ പള്ളിയിലെ തിരുനാളായതുകൊണ്ട് എനിക്ക് വരാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. എൻ്റെ തൊണ്ടയിൽ തൈറോയ്ഡ് ക്യാൻസർ ആയിരുന്നു. തൊണ്ടയിൽ മുഴകൾ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കുത്തിയെടുത്ത് പരിശോധിച്ചപ്പോൾ തൈറോയ്ഡ് ക്യാൻസറിൻ്റെ 5ാമത്തെ കാറ്റഗറിയിലാണെന്നാണ് പറഞ്ഞിരുന്നത്. ഡോക്ടർ പറഞ്ഞു ഉടൻ തന്നെ അത് സർജറി ചെയ്ത് ഗ്രന്ഥി എടുത്ത് കളയണം എന്നാണ് പറഞ്ഞിരുന്നത്. ഞങ്ങൾ ഏതായാലും സർജറിക്ക് പോകുന്നതിന് മുമ്പേ ഞാനും എൻ്റെ മകനും കൂടെ ഇവിടെ വന്ന് അച്ഛനെ കാണുകയും അച്ഛൻ ഉടൻ തന്നെ അച്ഛൻ്റെ വായിൽ നിന്ന് തുപ്പലെടുത്ത് പുരട്ടി പ്രാർത്ഥിച്ചു. എൻ്റെ കയ്യിലും തുപ്പിൽ തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഈശോയുടെ സ്നേഹവും സമാധാനവും എന്നിൽ നിറയുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഉടനെ തന്നെ സർജറി ചെയ്തു. സർജറി ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും ടെസ്റ്റിന് അയച്ചു. ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നപ്പോൾ യാതൊരു അസുഖവും ഇല്ല, ഇനി ഒരു ചികിത്സയും വേണ്ട എന്നുള്ള റിപ്പോർട്ടാണ് വന്നത്. കരമടിച്ച് പ്രിയപ്പെട്ടവരെ, വലിയൊരു മേജർ മിറക്കിളാണ്. അതായത് കുത്തിയെടുത്ത് പരിശോധിച്ചപ്പോൾ ബയോപ്സിക്ക് വിട്ടു കഴിഞ്ഞപ്പോൾ FNAC അല്ലേ, ബയോപ്സി ചെയ്തു കഴിഞ്ഞപ്പോൾ 5th കാറ്റഗറിയാണ് എന്ന് പറയുകയും ഉടനെ തന്നെ ഓപ്പറേഷൻ ചെയ്ത് ഇത് ലിംഫ് നോയിഡ് എടുത്ത് മാറ്റിയതിന് ശേഷം കീമോയും റേഡിയേഷനും ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞിരുന്ന സമയത്താണ് സർജറിക്ക് പോകുന്നതിന് മുൻപ് ഇവരിവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തത്. അതിന് സർജറി ചെയ്തിട്ട് വീണ്ടും അത് പരിശോധിക്കുമ്പോൾ ക്യാൻസർ ഇല്ല, 5th ഗ്രേഡും ഇല്ല, 4th ഇല്ല, 3rd ഇല്ല, 1st ഇല്ല, ഒന്നുമില്ല, വേഗം വീട്ടിൽ പോയിക്കോ എന്ന് പറഞ്ഞ് മടക്കി അയക്കുകയും ചെയ്തു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, തൈറോയിഡ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. ന്യൂക്ലിയർ കീമോ ഒക്കെ ചെയ്യാറുണ്ട്. വളരെ വലിയ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആ ട്രീറ്റ്മെൻറ്റിൽ നിന്ന്, വളരെ ദുസ്സഹമായ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ നിന്ന് കർത്താവ് അത്ഭുതകരമായി സഹോദരിക്ക് ഒരു വീണ്ടും ജനനം അല്ലേ നൽകിയതിനെ ഓർത്ത് നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. പിന്നെ എനിക്ക് നടുവേദനയായിരുന്നു. നടുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിടത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ വളഞ്ഞിങ്ങനെ സൈഡിലോട്ട് ചെരിഞ്ഞാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പല ഡോക്ടർമാരെ കാണിച്ചു. അങ്ങനെ 3 ഡോക്ടർമാരെ കാണിച്ചപ്പോഴും MRIയുടെ റിപ്പോർട്ട് കാണിച്ചപ്പോൾ അവർ സർജറി ചെയ്യാനാണ് പറഞ്ഞത്. ഏതായാലും സർജറി ചെയ്യാൻ പോകുന്നതിന് മുമ്പേ ഞങ്ങൾ ഇവിടെ വന്ന് അച്ഛനെ കാണുകയും അച്ഛൻ്റെ റൂമിലിരുന്ന ഒരു ചാക്കരി എടുത്ത് താഴെ കുരിശടി വരെ പോയി വരാൻ പറഞ്ഞു. ഈശോ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും കാര്യം നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു പോയി വരാനാണ് പറഞ്ഞത്. ഞങ്ങൾ അങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടേയിരുന്നു. ഞാൻ അത് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോൾ 6 മാസമായി എനിക്ക് നടുവേദന, എൻ്റെ ഇരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് മാറിക്കിട്ടി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. നടുവേദനയ്ക്ക് സർജറി ചെയ്യണമെന്ന് പറഞ്ഞത് കർത്താവ് എടുത്ത് മാറ്റിയതിനെ ഓർത്ത് നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. അപ്പോൾ അതിനുശേഷം നമ്മൾ അരിച്ചാക്കെടുത്ത് പോയതിന് ശേഷം പിന്നെ MRI എടുത്തിട്ടില്ല അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങളും അടയാളങ്ങളും ഈശോയ്ക്കും അമ്മ ത്രേസ്യായ്ക്കും പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം നമുക്ക്.